നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായി റിപ്പോർട്ട്. CMRL കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്നാണ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നത്. എറണാകുളത്തെ ചില അഭിഭാഷകരുമായി കൂടിയാലോചനകൾ നടത്തിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ അന്വേഷണം തടയാൻ ഹൈക്കോടതി സമ്മതിച്ചെന്ന് വരില്ല. മുഹമ്മദ് റിയാസിന്റെ അങ്കലാപ്പ് വ്യക്തമാണ്. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല. പ്രതി ചേർത്താൽ അറസ്റ്റ് ചെയ്യുമെന്ന സംശയം അദ്ദേഹത്തിനുണ്ട്. ആരോപണം ഹവാല ഇടപാടായതിനാൽ കേസ് ഏതറ്റം വരെയും പോകുമെന്ന കാര്യത്തിൽ റിയാസിന് ഒരു വ്യക്തതയുമില്ല. തന്നെ മറ്റേതെങ്കിലും കേസിൽ കുരുക്കുമോ എന്ന സംശയവും മുൻ മന്ത്രിക്ക് ഉണ്ട്. പിണറായിയുടെ വീട്ടിൽ CPM പ്രവർത്തകർ നടത്തിയ അഴിഞ്ഞാട്ടമാണ് EDയെ ഇത്രയും കടുത്ത നടപടികളിലേക്ക് പ്രേരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് ED റെയ്ഡ് നടക്കുമ്പോൾ റിയാസ് വീടിന് പുറത്തായിരുന്നു. തങ്ങൾക്കെതിരായ സമരം ആസൂത്രണം ചെയ്തതിന് പിന്നിൽ റിയാസ് ഉണ്ട് എന്ന സംശയം EDക്കുണ്ട്. അതുകൊണ്ട് തന്നെ റിയാസിനെതിരായ ഈ നീക്കങ്ങൾ കേന്ദ്ര ഏജൻസി കടുപ്പിക്കുകയാണ്. തന്നെ പ്രതി ചേർക്കാൻ ED ഏതറ്റം വരെയും പോകും. CMRL എക്സാലോജി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും വീണയെ ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് റിയാസിന്റെ നീക്കങ്ങൾ നിർണായകമാകുന്നത്. വീണ 3,49,000 UAE ദിർഹം, അതായത് 85 ലക്ഷം രൂപ ദുബായിലേക്ക് കൈമാറിയിട്ടുണ്ടെന്ന തെളിവുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും ചോദ്യം ചെയ്യുക. ഒപ്പം ഫെമ കുറ്റം ചുമത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വിദേശത്തേക്കുള്ള പണം അയക്കാനുള്ള ചട്ടങ്ങൾ പാലിക്കാതിരുന്നതിനാൽ ഫെമ ചുമത്തുക. വീണയുടെ വീട്ടിൽ നിന്ന് മുൻപ് കണ്ടെത്തിയ ഡയറിയിലെ കൈയെഴുത്ത് കണക്കുകളിൽ 20.05 കോടി രൂപയുടെ ഇടപാടുകളാണ് ED കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് MLA ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമോപദേശം തേടി. CMRL ഉടമയും വീണയും നൽകിയ മൊഴികളുടെയും റെയ്ഡിൽ കണ്ടെത്തിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് CMRL നൽകിയ പണം വീണയുടെ അക്കൗണ്ടിൽ നിന്ന് റിയാസിന്റെ അക്കൗണ്ടിലേക്ക്, അവിടെ നിന്നും മറ്റ് പലരുടെയും അക്കൗണ്ടിലേക്കും മാറ്റി ഇട്ടതായി ED കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് 2 തവണ ഫോണിൽ റിയാസിനോട് വിശദീകരണം ചോദിച്ചു. ഇതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനും പണം കൈമാറിയിട്ടുണ്ട്. ഇതിലാണ് EDക്ക് സംശയം തോന്നിയത്. വീണയുടെ അക്കൗണ്ടിൽ നിന്ന് 2021 തെരഞ്ഞെടുപ്പ് സമയം റിയാസിന്റെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ ED റെയ്ഡിൽ കണ്ടെത്തിയ സിം കാർഡിന്റെ ചിത്രവും കേസിൽ നിർണായക വഴിത്തിരിവാകും. റിയാസിന്റെ സുഹൃത്ത് നന്ദുലാലിന്റെ പേരിലാണ് സിം എടുത്തിട്ടുള്ളത്. വിദേശത്തേക്ക് ഇന്റർനെറ്റ് കോളിനായി സിം ഉപയോഗിച്ചു എന്ന് സംശയിക്കുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ED സംശയിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെയുള്ള ED നീക്കവും അവർ പുറത്തുവിട്ട ഹവാല ഇടപാടിലേക്കുമടക്കം വിരൽ ചൂണ്ടുന്ന വിവരങ്ങളും CPMനെ കുഴപ്പത്തിലാക്കുന്നു. വീണയുടെ ഭർത്താവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PA മുഹമ്മദ് റിയാസും EDയുടെ അന്വേഷണ വലയത്തിലാണെന്ന ആദിയിലാണ് പാർട്ടി. മുൻ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ നേതാവിന്റെ മകൾക്കും മരുമകനുമാണ് അനധികൃത സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ കുരുക്ക്. പാർട്ടിക്ക് കൈയൊഴിഞ്ഞു നിൽക്കാനാവില്ല. വീണയ്ക്കെതിരെയുള്ള ഏതൊരു നീക്കവും പാർട്ടിക്കെതിരെയുള്ള നീക്കം കൂടിയാണെന്ന മുൻ നിലപാടിൽ നിന്ന് അതേസമയം CPM തന്ത്രപരമായി മുന്നോട്ട് പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് വീട്ടിലെ ED റെയ്ഡിന് പിന്നാലെ ഉദ്യോഗസ്ഥ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷമാണ് ഈ വീണ്ടും വിചാരം. തന്നോട് ED ഒന്നും തന്നെ ചോദിച്ചില്ലെന്നാണ് അതിനുശേഷം അന്ന് പിണറായി വിജയൻ പ്രതികരിച്ചത്. പിന്നെ ആർക്കു വേണ്ടിയാണ് EDയെ ആക്രമിച്ച് നാണം കെട്ടതെന്ന ചോദ്യം സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കി. കേന്ദ്ര നേതൃത്വം നടപടിയോട് വിയോജിക്കുകയും ചെയ്തു. അതിനുശേഷം വീണയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴൊക്കെ ഈ സംയമനം പാലിക്കുകയാണ് പാർട്ടി ചെയ്തത്. EDയുടെ പുതിയ നീക്കത്തെയും അവർ പുറത്തുവിട്ട വിവരങ്ങളെയും ശ്രദ്ധാപൂർവമാണ് പാർട്ടി സമീപിക്കുന്നത്. അതേസമയം റിയാസിനെ ഉന്നമിട്ട നീക്കത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. കോഴിക്കോട് രാഷ്ട്രീയ വിശദീകരണ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. റിയാസിനെ ചോദ്യം ചെയ്യാനായി ED വിളിപ്പിക്കുമെന്ന സൂചന പാർട്ടിക്കുമുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗമായ K രാധാകൃഷ്ണനെതിരെ കരുവന്നൂർ കേസിൽ EDയുടെ നീക്കം നടന്നപ്പോൾ പാർട്ടി പ്രതിരോധിച്ചതിന്റെ തുടർച്ചയായാണ് റിയാസിന് സംരക്ഷണം തീർക്കുന്നതും പാർട്ടി കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടി. റിയാസുമായി ബന്ധമുള്ളവരുടെ വീട്ടിൽ നടന്ന റെയ്ഡിനെ അപലപിച്ചപ്പോൾ തന്നെ വീണയ്ക്കെതിരെ പുറത്തുവന്ന കാര്യങ്ങളെക്കുറിച്ച് അക്കൂട്ടത്തിൽ പറയാതിരിക്കാനുള്ള ജാഗ്രത സംസ്ഥാന സെക്രട്ടറി പുലർത്തി. ഇതിൽ പിണറായിക്ക് അതൃപ്തിയുണ്ട്. തന്റെ മകളെ MV ഗോവിന്ദൻ സഹായിക്കാത്തതിലാണ് അദ്ദേഹത്തിന്റെ സങ്കടം. CPMന്റെ വിശാല സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് വേദിയാകാൻ പോകുമ്പോഴാണ് അതേ നഗരത്തിൽ പാർട്ടിക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കം നടക്കുന്നത്. വീണയുടെ കൈയെഴുത്ത കണക്കുകളാണ് തെളിവുകൾ ED കണ്ടെത്തിയിരിക്കുന്നത്. ജയിലിൽ ഹവാല കേസിലും എസ്റ്റാർ സീറ്റിൽ ഇന്റർഗ്രേഡ് കേസിലും കൈയെഴുത്ത് രേഖകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാൾക്കെതിരെ സാമ്പത്തിക കുറ്റം ചുമത്താൻ കഴിയില്ലെന്ന നിലപാടാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്.
അത് തന്നെയാണ് പ്രധാനമായും പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. അത് സുപ്രീം കോടതിയുടെ കാര്യം, എന്നാൽ ജനങ്ങളെ എന്തു പറഞ്ഞ് വിശ്വസിപ്പിക്കും എന്ന ആശങ്കയിലാണ് പാർട്ടി. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ഹവാല ഇടപാടിന് തെളിവ് ലഭിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരസ്യമാക്കി. കേസിൽ വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് MLA യുടെ സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും അടക്കം കഴിഞ്ഞ ദിവസം 9 ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. പരിശോധനയിൽ ഹവാല ഇടപാടുകളിലൂടെ പണം കൈമാറിയതിനും തെളിവ് ലഭിച്ചതായി ED റിപ്പോർട്ടിൽ പറയുന്നു. ഏതാനും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. 20.5 കോടിയുടെ ഇടപാട് നടന്നെന്നാണ് വിവരം. മെയ് 27-ന് നടത്തിയ റെയ്ഡിൽ വീണയുടെ കൈപ്പടയിലുള്ള ചില രേഖകൾ പിടിച്ചെടുത്തിരുന്നു. അതിൽ ചില വ്യക്തികളുടെ പേരും അവരുടെ നടത്തിയ പണമിടപാടുകളും ദുബായിലേക്കുള്ള പണമടക്കമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ദർഹത്തിലും രൂപയിലുമാണ് ഇടപാടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3.49 ലക്ഷം ദർഹം, 85 ലക്ഷം രൂപ ദുബായിലേക്ക് കൈമാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് രേഖകൾ വ്യക്തമായിട്ടുള്ളത്.